ഐഫോൺ 15 പ്ലസ് ഏകദേശം 10 മാസമാണ് ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു ഫോൺ എടുത്തിട്ട്. എങ്ങനെയുണ്ട് ഇതിൻ്റെ എക്സ്പീരിയൻസ്? അതുപോലെ തന്നെ ഹീറ്റ് ആവുന്നുണ്ടോ, ഇതെടുത്താൽ വർത്ത് ആവുമോ, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോകാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പം വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ എന്തായാലും ഇത് 15 പ്ലസ് ആണ് കേട്ടോ. സോ നാളെ 16 സീരീസ്, നാളെ ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് തലേദിവസമാണ്, പക്ഷേ ഇത് അപ്ലോഡ് ചെയ്യുന്നത് നാളെ തന്നെ ആയിരിക്കും. സോ ഒബ്വിയസ്ലി നാളെ ഈ 10/10 ഓക്കെ. സോ നാളെ 16 ഇറങ്ങാൻ പോവുകയാണ്. 16 പ്ലസ് ആ ഒരു റേഞ്ചിൽ. ഇത് ഞാൻ ലാമിനേറ്റഡ് കോട്ടിങ് ഇതിൻ്റെ മേലെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അതിനുള്ളിൽ പൊടി കയറിയോ. ഓക്കെ, ലാമിനേറ്റഡ് കോട്ടിങ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി ഹെൽത്ത്, അതാണ് നമുക്ക് എല്ലാവരും ഫസ്റ്റ് ഒരു ഐഫോൺ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് നോക്കാൻ പറയുന്നത് ബാറ്ററി ഹെൽത്താണ്. സോ ആദ്യം തന്നെ പറയാം, ഇതെൻ്റെ പ്രൈമറി ഡിവൈസാണ്, പക്കാ പ്രൈമറി ഡിവൈസ്. സോ അത്രത്തോളം, അതായത് എൻ്റെ വീഡിയോ എഡിറ്റിംഗ് പർപ്പസ് ഇതിനകത്താണ് ചെയ്യുന്നത്. വീഡിയോ എടുക്കുന്നത് കംപ്ലീറ്റ്ലി നമ്മളെ യൂട്യൂബിൽ വരുന്ന ഷോർട്സ് മുഴുവൻ എടുക്കുന്നത് ഈ ഒരു ഫോണിലാണ്. അതുപോലെ തന്നെ പിന്നെ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ, അതായത് ഗെയിം കളിക്കുന്നത് ഇതിനകത്താണ്. BGMI, അതുപോലെ തന്നെ ഡ്രീം ലീഗ്, ഈ സംഭവമൊക്കെ കളിക്കുന്നതും ഇതിനകത്താണ്. സോ നിങ്ങൾക്ക് ആദ്യം അറിയേണ്ടത് ബാറ്ററി ഹെൽത്ത് ആയിരിക്കും. ബാറ്ററി ഹെൽത്ത് ജസ്റ്റ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. എത്ര സൈക്കിൾ, ഇപ്പം ഐഫോണിൽ എത്ര സൈക്കിൾ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ. സോ നമുക്ക് ബാറ്ററി ഹെൽത്തിലേക്ക് പോവാം. ചാർജിങ് ഒപ്റ്റിമൈസർ ചാർജിങ് ആണ് ചെയ്യുന്നത്. സോ എൻ്റെ ബാറ്ററി ഹെൽത്ത് കണ്ടിട്ട് നിങ്ങളാരും ഞെട്ടരുത് കേട്ടോ. ഇത്രത്തോളം കുറഞ്ഞോ എന്നുള്ള രീതിയിലൊരു ചോദ്യമൊക്കെ നിങ്ങൾക്ക് ഇപ്പം തന്നെ മൈൻഡിൽ വരും. സോ നോർമൽ എൻ്റെ സൈക്കിൾ കൗണ്ട് എന്ന് പറയുന്നത് 319 സൈക്കിൾ കൗണ്ട് ഞാൻ ചാർജ് ചെയ്ത് കഴിഞ്ഞു ഈ 10 മാസത്തിനിടയിൽ. അതിൽ 93% എൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ടാവും 319 ആൻഡ് 93%. സോ 93% എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഹ്യൂജ് ആയിരിക്കുന്നു. അതിൽ 93%ത്തിലേക്ക് എൻ്റെ ബാറ്ററി ഹെൽത്ത് കുറഞ്ഞിരിക്കുകയാണ്. ഹ്യൂജ് ഒരു കുറവ് ഈ ഒരു ഫോണിൻ്റെ കാര്യത്തിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഉപയോഗം അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല. പലരും പറഞ്ഞു കേട്ടു, ഒരു ഐഫോൺ ഉപയോഗിക്കുമ്പോൾ ചാർജ് ചെയ്യുമ്പോൾ ബാക്ക് കവർ ഊരി വെക്കണം, അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദിസ് ഈസ് എ ഫോൺ ബ്രോ. ഈ ഒരു ഫോണ് അങ്ങനെ, അതായത് നമുക്ക് നോർമൽ യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്കറിയില്ല പിന്നെന്താണ് ഈ ഫോൺ കൊണ്ടുള്ള ഒരു പർപ്പസ് എന്ന് എനിക്കറിയില്ല. പക്ഷേ ബാക്കി കാര്യങ്ങളിലേക്ക് വരും. ഇപ്പം പറഞ്ഞത് ഇതിൻ്റെ ബാറ്ററി ഹെൽത്ത് ഇത്രത്തോളം കുറഞ്ഞു എന്നാണ്. സോ ഒബ്വിയസ്ലി നമുക്ക് ബാക്കി ആൻഡ്രോയിഡ് ഫോണുകളിലൊന്നും ബാറ്ററി ഹെൽത്ത് അങ്ങനത്തെ സംഭവമൊന്നും കൊടുക്കാത്തതുകൊണ്ട് എനിക്കറിയില്ല അതിനകത്ത് എങ്ങനെയാണ് ഒരു സംഭവം. ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ്, ഇറ്റ്സ് എ ഡീസൻറ്റ് ക്യാമറ ഗൈസ്. ഇറ്റ് ഹാസ് എ ഡീസൻറ്റ് ക്യാമറ. നല്ലൊരു ക്യാമറ ഈ ഒരു ഫോണിനുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. ക്യാമറ വീഡിയോ എടുക്കുന്ന സമയത്താണെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് നമുക്ക് ഇതിനകത്ത് വീഡിയോ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനും അതിനൊക്കെ പറ്റും. സോ അടിപൊളിയാണ് 15 പ്ലസ്. അതുപോലെ തന്നെ ഫോട്ടോ എടുക്കുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തന്നെ ഈ ഒരു ഫോൺ തരുന്നുണ്ട്. ഒരു ഡീസൻറ്റ് പെർഫോമൻസ് ഈ ഒരു ഫോൺ തരുന്നുണ്ട്. സോ ഒബ്വിയസ്ലി ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനം തന്നെയാണ്. പിന്നെ എനിക്ക് ഞാൻ ഒരു ആൻഡ്രോയിഡ് യൂസറിൽ നിന്ന് ഐഫോൺ എന്ന് പറയുന്ന ഈ ഒരു സെഗ്മെന്റിലേക്ക് വന്ന ഒരു വ്യക്തിയാണ്. സോ പ്രൈസ് റേഞ്ച് നമുക്ക് ആൻഡ്രോയിഡ് ഇതിൽ കിട്ടുന്ന ഈ അതേ സ്പെക്കൊക്കെ വെച്ച്, സ്പെക്ക് ഇൻ ദ സെൻസ് ഓഫ് നമുക്ക് ഗെയിം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ആൻഡ്രോയിഡ് ഒരു 10,000, 25,000 രൂപ ഞാൻ ആദ്യം ഉപയോഗിച്ച റിയൽമി X3 ആണെങ്കിലും ആ സംഭവത്തിലൊക്കെ കിട്ടും. പക്ഷേ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിൽ സ്റ്റോറേജ് എൻ്റെ 128 വേരിയൻ്റ് ആണ്. ഈ 128 ഫുൾ ആവുന്ന സമയത്തും, അതായത് ഒരു 127.3 ഒക്കെ ആവുന്ന സമയത്തും ഐഫോൺ സ്റ്റോറേജ് ഫുൾ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരുന്നല്ലാണ്ട് ഈ ഫോൺ ഹാങ് ആവുന്നത് ഞാൻ ആ ഒരു സംഭവത്തിൽ എൻ്റെ ആൻഡ്രോയിഡ് ഫോണിൽ ഇപ്പം 128-ൽ 100 ആകുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സംഖ്യയോടെ എടുക്കുമ്പോൾ തന്നെ ഫോൺ ലാഗാവാൻ തുടങ്ങും. പിന്നെ ഹാങ് ആയി അങ്ങനത്തെ ഒരു പ്രശ്നം ഇതുവരെ സ്റ്റിൽ ഈ ഒരു ഫോണിൻ്റെ റഫ് യൂസിലും എനിക്ക് അനുഭവപ്പെട്ടില്ല. ബിക്കോസ് ഞാൻ വീഡിയോ എടുത്ത് കഴിയുന്ന സമയത്ത് ചില സമയത്ത് 128 ഇങ്ങനെ ഐഫോൺ ഫുള്ളാവുന്ന ഒരു പ്രക്രിയ വരാറുണ്ട്. സോ ഒബ്വിയസ്ലി ആ ഒരു സംഭവം ഇതിനകത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ലാഗ് എന്ന് പറയുന്നൊരു സംഭവം അത് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് തന്നെയാണ് കേട്ടോ ഇപ്പം ഈ ഒരു സംഭവത്തിന്. പിന്നെ 15 പ്ലസിനെ സംബന്ധിച്ചിടത്തോളം ചാർജ്, ഇപ്പം 15 യൂസ് ചെയ്യുന്ന കൂട്ടുകാരനോട് ചോദിച്ച സമയത്തും ഞാൻ കമ്പാരിറ്റീവ്ലി നോക്കിയപ്പോൾ ഇതിൻ്റെ ചാർജ് നിൽക്കുന്നത് അത്യാവശ്യം നല്ലതുണ്ട്. ഇപ്പം ലോങ് ജേണിയിലൊക്കെ ഈ ഒരു സാധനം കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാണ്. നമ്മുടെ ഡീസൻറ്റ് യൂസേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ
നമുക്ക് അടിപൊളിയായിട്ട് ഇതിനൊരു ചാർജ് നിൽക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം ഐഫോൺ 13 എൻ്റെ അനിയൻ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെയും ചാർജ് കമ്പാരിസൺ ചെയ്തപ്പോഴും 15+ ഈസ് ഗുഡ് അറ്റ് ചാർജിങ്. ഇതിൻ്റെ ആ ഒരു ചാർജിങ് നിൽക്കുന്ന ആ ഒരു സംഭവമില്ലേ, അത് അടിപൊളിയാണ്, ഒന്നും പറയാതിരിക്കാൻ വയ്യ. ഇപ്പം എൻ്റെ 93% ആയിട്ടുണ്ട്. സോ ഒബ്വിയസ്ലി എന്നാലും ചാർജ് നിൽക്കുന്ന കാര്യത്തിൽ ഈ സാധനം ഒരു പുലിയാണ്. അപ്പം നിങ്ങൾക്ക് ചാർജ് നിൽക്കുന്ന ഒരു ഐഫോൺ വേണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ, അതും ഡീസൻറ്റ് ബഡ്ജറ്റ്, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. ഇതിൻ്റെ പ്രൈസ് ഇപ്പം എന്തായാലും നല്ല രീതിയിലൊരു ഇടിവ് വരാൻ പോവുകയാണ്. ഇപ്പം 16 വരും, 16+ കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ. സോ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് നല്ല രീതിയിലൊരു ഇടിവും കാര്യങ്ങളും വരികയാണ്. സോ ഒബ്വിയസ്ലി ആ ഒരു സംഭവത്തിൽ ഇത് എന്താണ്, ബാറ്ററിയുടെ കാര്യത്തിൽ ഇത് പവർഫുൾ സാധനം തന്നെയാണ് കേട്ടോ. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് അടിപൊളി ഒരു പെർഫോമൻസ് തന്നെയാണ് എനിക്ക് ഇതുവരെ തന്നിട്ടുള്ളത്. അതിലൊന്നും എനിക്ക് ഒരു കുറ്റവും ഈ ഒരു സാധനത്തിന് പറയാനില്ല. ബിക്കോസ് ഞാനൊരു ആൻഡ്രോയിഡ് യൂസർ തന്നെയായിരുന്നു. എന്നതിലേക്ക് വരും ഇതിൻ്റെ അകത്ത് ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആയാലും ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ആയാലും അതുപോലെ എല്ലാ ആപ്പിളിൻ്റെ എല്ലാ പ്രൊഡക്റ്റിലും അതിൽ ഈ ഔട്ട്പുട്ടിൽ തരുന്നൊരു സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. അതും ഡിസ്പ്ലേ നൈസ് ഡിസ്പ്ലേ ആണ്. പുറത്തൊന്ന് യൂസ് ചെയ്യുമ്പോഴും ഇൻഡോർ യൂസിനാണെങ്കിലും എല്ലാം ഇതിൻ്റെ ഡിസ്പ്ലേയും അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. അത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്ന, എനിക്ക് ടെക്നിക്കൽ ടേംസ് കറക്റ്റ് അറിയില്ലെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ കവർ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ ഒരു ഫോൺ ഇപ്പം ഇതിൻ്റെ വലിപ്പം ഇത്ര വലിപ്പം ഉണ്ട് എന്നുണ്ടെങ്കിൽ പിടിക്കാനും ഒരു സംഭവം നല്ല സ്മൂത്ത്നെസ് ഉള്ള ഒരു സംഭവം തന്നെയാണ്. നല്ല രീതിയിൽ തന്നെ ഇത് കൈകാര്യം ചെയ്യാൻ അത് ഒരു ഹാൻഡി ഫീൽ ഇല്ലേ, ആ ഒരു സംഭവം നല്ല ഒരു സംഭവം തന്നെയായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആദ്യം നെഗറ്റീവാണ് പറഞ്ഞത്, ഇപ്പം ഇതിൻ്റെ ആ ഒരു പോസിറ്റീവും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സോ എന്തായാലും ഐഫോൺ 15+ ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി സജസ്റ്റ് ചെയ്യും. പക്ഷേ ഇങ്ങനെ ഞാനിപ്പം ഭയങ്കരമായിട്ട് ഇരുന്ന് ഗെയിം കളിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രത്തോളം ട്രെയിൻ ആയിപ്പോയി. സൈക്കിൾ കൗണ്ട് വരണമെങ്കിൽ അത്രത്തോളം ഞാൻ ചെയ്തു എന്നുള്ള അർത്ഥം അതിനുണ്ടല്ലോ. അത് തന്നെ. പിന്നെ വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാമിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നൈസാണ്. അതിന് എല്ലാ ഫോണിലും ഉള്ള സംഭവങ്ങളാണ്. സോഷ്യൽ മീഡിയ യൂസേജ് കാര്യങ്ങളൊക്കെ നൈസാണ്. പിന്നെ ആപ്പിൾ 15+ൽ ഒരു സംഭവം കൂടിയുണ്ട്. അതൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അനിയൻ ഐഫോൺ 13 എടുത്ത സമയത്ത് എൻ്റെ ഫേസ് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോൺ ഓപ്പൺ ആകുമായിരുന്നു അവൻ്റെ 13-ൽ. അത് ഞാനൊരു വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അന്ന് ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ ആ ഫോണിൽ ഇപ്പോൾ ഐഫോൺ 13 വന്നു, അതിൽ മാത്രമേ ഈ ഒരു പ്രശ്നം ഉണ്ടാവുള്ളൂ എന്നാണ്. ഈ ഫോൺ ഞാൻ എൻ്റെ ഫേസ് വെച്ച് ലോക്ക് ചെയ്ത ഈ ഫോൺ എൻ്റെ അനിയൻ്റെ ഫേസിൽ ഓപ്പൺ ആവുന്നുണ്ട്. സോ ആപ്പിളിന് പൊതുവേ ഉള്ളൊരു പ്രശ്നമായിട്ടാണ് എനിക്കത് തോന്നുന്നത്. എനിക്കറിയില്ല, അപ്പം 13-ലും ഇതേ പ്രശ്നം ഇഷ്യൂ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 15+ലും സെയിം ഇഷ്യൂ. അതായത് എൻ്റെ ഫോൺ അവന് ലോക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു ഇഷ്യൂ ഇപ്പോൾ അതായത് ഈ ഒരു സംഭവത്തിൽ എനിക്ക് ഫേസ് ചെയ്യുന്നുണ്ട്. സോ ഇത്രത്തോളം സെക്യൂരിറ്റി ഉള്ള ഒരു ഫോണിൽ നിന്നും നമ്മൾ ഇത് പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. അതായത് എൻ്റെ ഫേസ്, അതായത് ഐ വെച്ചിട്ടായിരിക്കുമല്ലോ ഇവർ ഈ ഒരു ഫേസ് ലോക്ക് ഇതാക്കുന്നത്. ഈ സംഭവം അവൻ ജസ്റ്റ് ഫേസ് എടുത്ത് ഇതാക്കി കഴിഞ്ഞാലും ഈ ഫോണ് അൺലോക്ക് ആവുന്നുണ്ട്. അത് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങളുടെ രണ്ടുപേരും കണ്ണിൻ്റെ സിമിലാരിറ്റി ആണോ എന്താണെന്ന് എനിക്കറിയില്ല. അത് വിവോ ഫോണിൽ അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഫേസ് കട്ട് നല്ല എൻ്റയർലി ഡിഫറെൻ്റ് ഉള്ള ആളാണ്. പക്ഷേ അവൻ്റെ വിവോ ഫോണിൽ അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു. ഐഫോൺ 13-ൽ എങ്ങനെയായി, ഇപ്പം ഐഫോൺ 15+ലും ഈ ഒരു സെയിം സിനാരിയോ അനുഭവപ്പെട്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ഫോണിനെ പറ്റി പറയാനുള്ളത്. ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ നൈസ് ഒരു ഫോണാണ്. ചാർജ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഹീറ്റ് ആവുന്നുണ്ട്. ഗെയിം കളിക്കുമ്പോൾ അത്ര വലിയ സീനില്ല. അതുപോലെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഭൂരിഭാഗം വീഡിയോയും റെക്കോർഡ് ചെയ്യുന്നത്, ഭൂരിഭാഗം എന്നല്ല ഫുൾ വീഡിയോയും റെക്കോർഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു വീഡിയോ മാത്രമാണ് നമ്മുടെ റിയൽമിയിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ബാക്കി എല്ലാ വീഡിയോയും ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഐഫോണിലാണ്. സോ ഒബ്വിയസ്ലി അതൊരു റെക്കോർഡിങ്ങിൻ്റെ കാര്യത്തിൽ നൈസായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ലോ ലൈറ്റിലൊക്കെ ആണെങ്കിലും നല്ലൊരു പെർഫോമൻസ് ഐഫോൺ 15+ തരുന്നുണ്ട്. സോ 15+ എടുക്കാൻ ആഗ്രഹിക്കുന്നവരോട് ഇതാണ് പറയാനുള്ളത്. എൻ്റെ യൂസേജ് കൊണ്ടാണോ എന്താ എനിക്കറിയില്ല, എൻ്റെ ബാറ്ററി നല്ല രീതിയിൽ ട്രെയിൻ ആയിട്ടുണ്ട്. 93%. ഞാൻ നല്ല രീതിയിൽ യൂസും ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ഒബ്വിയസ്ലി അതുകൊണ്ട് തന്നെ ആയിരിക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. BGMI കളിക്കാനും അടിപൊളിയാണ്, നൈസാണ്. പക്ഷേ 60 Hz ആണ് റിഫ്രഷ് റേറ്റ് വരുന്നത്. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഫോണില്ലേ, ആ ഫോണിൽ വരെ 120 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. അത് ഇതിനേക്കാട്ട് 2 വർഷം മുന്നേ ഇറങ്ങി മേടിച്ച ഫോണിൽ. സോ സ്റ്റിൽ ഐഫോണിൽ 60 Hz കിട്ടുന്നുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കാതിരിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ 16-ലും ഇത് തന്നെയാണ് വരുന്നത്. 16+ലും
60 ഹെഡ്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അതിലൊന്നും പറയാനില്ല ഗൈസ്, അതിനെ നമ്മൾക്കൊന്നും പറയാനില്ല. സോ അത് ആപ്പിളിൻ്റെ തീരുമാനങ്ങൾ. ഓക്കെ, സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇപ്പം നിങ്ങൾ 15+ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 15 യൂസ് ചെയ്യുന്നത് അവരുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ 15 Pro Max, അതുപോലെ തന്നെ 15 Pro ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ യൂസർ എക്സ്പീരിയൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്നാൽ ഈ ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അതൊരു ഹെൽപ്പ് ആവും. സോ ഒബ്വിയസ്ലി നിങ്ങൾ അങ്ങനെ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.